ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം. നമുക്കറിയാം, ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് കാണും. അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുക. ഈ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മിനിമം കോസ്റ്റിലൂടെ മാക്സിമം പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് കുറച്ച് ജോബ്സ് കാണും, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസ് കാണും. ആ ജോബ് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയെ വെച്ചുകൊണ്ട് നമ്മളുടെ ഈ ഓപ്റ്റിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിന് ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഹംഗേറിയൻ മെത്തേഡാണ്. ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഐട്രേഷൻ മെത്തേഡാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് അതിന് നമ്മൾ റെഡ്യൂസ്ഡ് മെട്രിക്സ് എന്ന് പറയും. ഐട്രേറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് അസൈൻമെൻറ്റ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്. അപ്പം ടോട്ടൽ മിനിമം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം തന്നിരുന്നാൽ ഹംഗേറിയൻ മെത്തേഡിലൂടെ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കിനി നോക്കാം. ഹംഗേറിയൻ മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മിഷൻ ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബെസ്റ്റ് അസൈൻമെൻറ്റ്, അതായത് ഓപ്റ്റിമൽ അസൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഏതൊരു അസൈൻമെൻറ്റ് പ്രോബ്ലത്തിലാണെങ്കിലും അതിൽ മിഷനും ഓപ്പറേറ്റേഴ്സ്, ദാറ്റ് ഈസ് ദ ഫെസിലിറ്റീസിൻ്റെയും നമ്പർ എപ്പോഴും സെയിം ആയിരിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത അത് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. അതേസമയം അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ അതെപ്പോഴും കൃത്യമായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതെപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് അങ്ങനെ ആക്കിയതിന് ശേഷം മാത്രമേ ഹംഗേറിയൻ മെത്തേഡ് അപ്ലൈ ചെയ്യാവുള്ളൂ. അതാണ് നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുക. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ മെഷീൻ എന്ന് പറയുന്നത് ABCD 4 മെഷീനാണുള്ളത്. ഫെസിലിറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 4ആണുള്ളത്. അപ്പോൾ നമ്മുടെ മെട്രിക്സ് ഓക്കെയാണ്. ഇതിൽ നിന്ന് വേണം നമ്മൾ ഹംഗേറിയൻ മെത്തേഡിലോട്ട് സൊല്യൂഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് റോ റെഡ്യൂസ്ഡ് മെട്രിക്സ്. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 റോ റെഡ്യൂസ്ഡ് മെട്രിക്സ്. ഇനി എന്താണ് റോ റെഡ്യൂസ്ഡ്? ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു റോയിൽ നിന്ന് ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ മിനിമം വാല്യൂ ഓരോ റോയിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. അതാണ് റോ റെഡ്യൂസ്ഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഓരോ റോയിലെ മിനിമം എന്ന് പറയുന്നത് ഓരോന്നായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഓരോ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം എന്ത് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് റോ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോയിലെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ വാല്യൂവിൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? സെക്കൻഡ് റോ. ഇതാണ് സെക്കൻഡ് റോ. സെക്കൻഡ് റോയിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഓരോ വാല്യൂവിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ഓരോ റോയിലെ മിനിമം വാല്യൂ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യുക. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. അപ്പോൾ റോ റെഡ്യൂസ്ഡ് മെട്രിക്സ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് റോയിലെ മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ നമ്മൾ എല്ലാ എലമെൻറ്റിൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 5 10 - 5 5 5 0 8 10. ഓക്കെ, ഇനി സെക്കൻഡ് റോയിലെ മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 2 3 ഉണ്ട്, ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എത്ര വാല്യൂ വരും? 0 6 15 ആൻഡ് 0. ഇനി നെക്സ്റ്റ് വണ്ണിലെ മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 8 5 1 0. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ണിലെ മിനിമം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും 0 ഹിയർ
6, here 4, here 2. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മെഷീൻസിൻ്റെ ഓർഡറുകളും അതുപോലെ തന്നെ എഴുതണം. ഇവിടെ വരുന്നത് A, B, C, D ആൻഡ് 1, 2, 3 ആൻഡ് 4. ഓക്കെ, ഇപ്പോൾ സ്റ്റെപ്പ് 1 നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ റോ റെഡ്യൂസ്ഡ് എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ നമ്മൾ കോളം റെഡ്യൂസ്ഡ് ചെയ്യുക. കോളം റെഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, ഓരോ കോളത്തിൽ നിന്നും മിനിമം വാല്യൂ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ മിനിമം വാല്യൂ ഓരോ കോളത്തിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. അതാണ് കോളം റെഡ്യൂസ്ഡ് മെട്രിക്സ്. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് 2 പോകാം. സ്റ്റെപ്പ് 2 കോളം റെഡ്യൂസ്ഡ് മെട്രിക്സ്. ഓക്കെ, കോളം റെഡ്യൂസ്ഡ് വരുന്നത് സ്റ്റെപ്പ് 1 നിന്നാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോളത്തിലെ മിനിമം എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളത്തിലെ മിനിമം എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ ഓരോ വാല്യൂവിൽ നിന്നും 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ വാല്യൂസ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ എത്ര വരും? 5, 0, 8, 0. ഇനി നെക്സ്റ്റ് കോളത്തിലെയും മിനിമം എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. അപ്പോൾ അതേ സെയിം വാല്യൂസ് ആയിരിക്കും കിട്ടുക. 0, 6, 5, 6. Now the third column, the minimum value is 1. 1 ആണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 1 നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ we will get 7, 14, 0 and 3. The next one 0 is the minimum. അപ്പോൾ സെയിം കോളം തന്നെ കിട്ടും. 10, 0, 0, 2. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2 കോളം റെഡ്യൂസ്ഡ് മെട്രിക്സ് എന്ന് പറയുക. ഇനി കോളം റെഡ്യൂസ്ഡും റോ റെഡ്യൂസ്ഡും നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷമാണ് ഇനിയാണ് നമ്മൾ ഇതിന് അസൈൻമെൻറ്റ് കൊടുക്കേണ്ടത്. അസൈൻമെൻറ്റ് കൊടുക്കേണ്ടതാണ് സ്റ്റെപ്പ് 3. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 പോകാം. സ്റ്റെപ്പ് 3 പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാ റോയിലും എല്ലാ കോളത്തിലും സീറോസ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് 3 പോകാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് റോയിൽ 0 ഉണ്ട്, സെക്കൻഡ് റോയിലുണ്ട്, അങ്ങനെ എല്ലാ റോയിലും നമുക്ക് സീറോസ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ കോളത്തിൽ നോക്കുകയാണെങ്കിലും എല്ലാ കോളത്തിലും സീറോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതാണ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ളത് ഏതാണെന്ന് നോക്കുക, ഏറ്റവും കുറവ് സീറോസ് ഉള്ളത് ഏതാണെന്ന് നോക്കുക. ഏറ്റവും കുറവ് സീറോസ് ഉള്ളതിലോട്ട് നമ്മൾ അസൈൻമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഏറ്റവും കുറവുള്ളത് ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ. അപ്പോൾ ആ 0 നമ്മൾ അസൈൻമെൻറ്റ് ചെയ്തു. ഇനി ആ റോയിലോ ആ കോളത്തിലോ വേറെ ഏതെങ്കിലും സീറോസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് 2 സീറോസ് ഉണ്ട്. ഈ റോയിൽ 2 0, തേർഡ് റോയിൽ 2 സീറോസ് ഉണ്ട്. അതേസമയം ഫോർത്ത് റോയിൽ ഒരു 0 ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു 0 ഉള്ളതിന് അസൈൻമെൻറ്റ് കൊടുക്കാം. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും റോയിലോ കോളത്തിലോ വേറെ സീറോസ് ഉണ്ടെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ ഇവിടെ നമ്മൾ അസൈൻമെൻറ്റ് കൊടുത്താൽ ഈ കോളത്തിൽ വേറെ 0 വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. സെക്കൻഡ് റോ, തേർഡ് റോ. സെക്കൻഡ് റോയിൽ ഇപ്പോൾ ഒരു 0 ഉള്ളൂ, തേർഡ് റോയിൽ 2 0 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിനിമത്തിലാണ് ഫസ്റ്റ് അസൈൻമെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 0 കൊടുത്തു, ഇവിടെ അസൈൻമെൻറ്റ് കൊടുത്തു. ഇനി ആ അസൈൻമെൻറ്റ് കൊടുത്ത 0യുടെ റോയിലോ കോളത്തിലോ മറ്റേതെങ്കിലും സീറോസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയണം. ആ റോയിലുള്ളത് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി അത് ഉൾപ്പെടുന്ന കോളത്തിൽ വേറൊരു 0 കിടപ്പുണ്ട്. നമുക്ക് ഈ 0 ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമുക്ക് എവിടെയാണ് അസൈൻമെൻറ്റ് വേണ്ടത്? ഇവിടെ ഈ ഒരു തേർഡ് റോയിൽ ഒരേ ഒരു 0 ഉള്ളൂ, അതിന് അസൈൻമെൻറ്റ് കൊടുത്തു. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മറ്റൊരു കോളത്തിലോ റോയിലോ വേറെ സീറോസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ മെത്തേഡ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും മിനിമം 0 വരുന്ന റോ ഏതാണെന്ന് നോക്കുക, അതിൽ അസൈൻമെൻറ്റ് കൊടുക്കുക. ആ അസൈൻമെൻറ്റ് കൊടുക്കുന്ന 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റോയിലോ കോളത്തിലോ മറ്റേതെങ്കിലും സീറോസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്റ്റെപ്പ് 3 ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കുക, എല്ലാ റോയിലും ഓരോന്ന് അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, എല്ലാ കോളത്തിലും അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് this table is actually optimal. So we can write as this is the optimal table. Optimal table. ഇനി what is the optimal value? Optimal value എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻസും ഓപ്പറേറ്റേഴ്സും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് മിഷന് വന്നിരിക്കുന്ന അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്?
2 ആണ്. അപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് എ എന്ന് പറയുന്ന മിഷന് വന്നിരിക്കുന്ന അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ബി എന്ന് പറയുന്നതിൻ്റെ അസൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ബിക്ക് വന്നിരിക്കുന്നത് 4 ആണ്. സിക്ക് വന്നിരിക്കുന്ന അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് ഡി എന്ന് പറയുന്ന മിഷന് വന്നിരിക്കുന്ന അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അസൈൻമെൻറ്റ് മാത്രം പോരാ, ഓപ്റ്റിമൽ സൊല്യൂഷനും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ദ ഓപ്റ്റിമൽ വാല്യൂ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് അസൈൻമെൻറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് എന്ന് പറയുക. ഒറിജിനൽ മെട്രിക്സിൽ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് 1ൻ്റെ 2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ 5 ആണ്. അപ്പോൾ 5 പ്ലസ് ഇവിടെ ബിയുടെ നമ്മൾ എടുത്തിരിക്കുന്നത് 4th വാല്യൂ ആണ്. ബിയുടെ 4th എന്ന് പറയുന്നത് 3 പ്ലസ് 3 പ്ലസ് സി എന്ന് പറയുന്നതിൻ്റെ നമ്മൾ അസൈൻമെൻറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, 3rd വാല്യൂ ആണ്. സോ പ്ലസ് 3 പ്ലസ് ഡി എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് 1 ആണ്, പ്ലസ് 5. ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഓപ്റ്റിമൽ വാല്യൂ എന്ന് പറയുന്നത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16 വിൽ ബി ദ അസൈൻമെൻറ്റ് വാല്യൂ. അപ്പം ഇതാണ് നമ്മുടെ ഹംഗേറിയൻ മെത്തേഡിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈസിയാണ്. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ റോ റെഡ്യൂസ്ഡ് മെട്രിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ കോളം റെഡ്യൂസ്ഡ് മെട്രിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. 3rd സ്റ്റെപ്പിൽ അതിൽ നിന്ന് നമ്മൾ ഐട്രേഷനിലൂടെ വന്ന മെട്രിക്സിൽ നിന്ന് നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും മിനിമം സീറോസ് ഉള്ളതിന് ഫസ്റ്റ് അസൈൻമെൻറ്റ് വെച്ച് കൊടുത്തു വരിക. ഇനി നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുന്ന സീറോ ആ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് റോയിലോ കോളത്തിലോ മറ്റേതെങ്കിലും സീറോസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയുക. ഇനി ഒരു ടേബിളോ ഓപ്റ്റിമൽ ആകണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ റോയിലും അല്ലെങ്കിൽ എല്ലാ കോളത്തിലും ഓരോ അസൈൻമെൻറ്റ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഓപ്റ്റിമൽ ടേബിളാണ്. എല്ലാ റോയിലും സിംഗിൾ അസൈൻമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ അസൈൻമെൻറ്റ് വരുന്നത് എത്രയാണോ ദാറ്റ് വിൽ ബി ദ അസൈൻമെൻറ്റ് വാല്യൂ. ഓപ്റ്റിമൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഓപ്റ്റിമൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അസൈൻമെൻറ്റ് ചെയ്ത വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനൽ മെട്രിക്സിൽ ഏതാണോ വാല്യൂസ് കിടക്കുന്നത് അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഹംഗേറിയൻ മെത്തേഡിലെ സൊല്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈസിയാണ്. Okay, thanks.